ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാൾക്ക് ശേഷം ഞാനൊരു വീഡിയോ ഇടാണ്. കുറച്ച് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വന്നു പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഈവനിങ് ഫുഡ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഈവനിങ് ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞങ്ങൾ പൊതുവേ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാകും. ഈ രണ്ട് മുഖങ്ങൾ എൻ്റെ ഒപ്പം പഴയ ഓഫീസിലുണ്ടായതാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് ഇങ്ങനെ മാസത്തിൽ ഒരിക്കലൊക്കെ മീറ്റ് ചെയ്യാറുണ്ട്. എല്ലാവരുടെയും ടൈമിംഗ് ഒക്കെ അനുസരിച്ച് കയ്യിൽ പൈസ ഉണ്ടാവുന്നതനുസരിച്ചാണ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ മീറ്റപ്പ് ചെയ്തത് നമ്മുടെ വൈറ്റിലയിലെ ഡിസ്ട്രിക്ട് 7 ഹോട്ടലിൽ വെച്ച് കഫേയിൽ വെച്ചിട്ടായിരുന്നു. നല്ലൊരു കഫേ ആയിട്ട് ഞങ്ങൾക്ക് ഒരു റിവ്യൂ ഒന്നും ഞങ്ങൾക്ക് ഈ ഒരു കഫേനെ പറ്റി ഒരു റിവ്യൂ ഒന്നും അറിയില്ലായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് അങ്ങ് റാൻഡമായിട്ട് കയറുക ചെയ്ത്. ഫ്രൂട്ട് കോഫിയിലാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞിച്ചത്. പക്ഷേ അവിടെ ഒട്ടും ക്ലീൻ ആയിരുന്നില്ല കേട്ടോ, ഭയങ്കര മോശമായിരുന്നു. സോ ഞങ്ങൾ ദിസ് ടൈം ഞങ്ങൾ ഡിസ്ട്രിക്ട് 7 ആണ്, ഒന്നും നോക്കിയില്ല, അങ്ങ് നേരെ കയറി ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ 3 ഡിഷസും പിന്നെ ഒരു ഡ്രിങ്ക്സുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് മാംഗോ ചിക്കൻ ഒരു ഡിഷായിരുന്നു. നല്ല ടാങ്കി ആൻഡ് സ്വീറ്റ്, കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു ഫുഡായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരാൾ ഓർഡർ ചെയ്ത് ലസാനിയും ചിക്കൻ ലസാനിയും, പിന്നെ വേറൊരു ചിക്കൻ റാപ്പാണ് ഓർഡർ ചെയ്തത്. പിന്നെ അതിനൊപ്പം കുടിക്കാൻ വേണ്ടിയിട്ട് ബേസിൽ ലെമൺ ജ്യൂസും ബേസിൽ ലീഫ് വെച്ച് പിന്നെ ഒരു ഓറിയോ ഷേക്കും ആട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത്. അപ്പോൾ ഈ ഫുഡ് ഇത്തിരി ഹെവി ആയതുകൊണ്ട് ഞാൻ ബേസിൽ ലെമൺ ജ്യൂസാണ് ഞാൻ എടുത്തത്. ഞാനും വേറൊരാൾ അതാണ് എടുത്തത്. ഒരാളാണെങ്കിൽ ഓറിയോ ഷേക്കാണ് ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ വിചാരിച്ച് പൊട്ട സ്ഥലമായിരിക്കുന്നു, കാരണം അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. ഉച്ച സമയത്തുകൊണ്ടായിക്കോട്ടെ വലിയ റഷൊന്നും ഉണ്ടാവാഞ്ഞത്. അപ്പോൾ ചിക്കൻ ലസാനിയ വന്നു. ചിക്കൻ ലസാനിയ ഞങ്ങൾ പൊതുവേ ലസാനിയെന്ന് നമ്മൾ കണ്ടിട്ടുള്ളൊരു സ്ക്വയർ ഷേപ്പിലുള്ളൊരു പാസ്തയുടെ ഒരു സാൻഡ്വിച്ച് പോലെ ഇരിക്കുന്ന സാധനമാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതൊരു ബൗൾ നിറച്ച് ലസാനിയ ആയിരിക്കുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ബീഫും ചിക്കനും രണ്ടും അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഞങ്ങൾ പ്രിഫർ ചെയ്ത് ചിക്കനാട്ടോ. എനിക്ക് ചിക്കനോടാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ചിക്കനാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അതായത് ആ ഒറ്റൊരു ലസാനിയ കഴിച്ചപ്പോഴേ ഞങ്ങൾ 3 പേരുടെയും വയറ് ഫില്ലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ റാപ്പ് എങ്ങനെ തീർക്കും എന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഞങ്ങൾ. പിന്നെ സംസാരിച്ച് ഓരോ കാര്യങ്ങളും, പുതിയ ഓഫീസും പഴയ ഓഫീസിലെ കാര്യങ്ങളും ഓരോ വിശേഷങ്ങളും ഞങ്ങളിങ്ങനെ പറഞ്ഞ് ഫുഡ് ട്രൈ ചെയ്യുമായിരുന്നു കേട്ടോ. ബഡ്ജറ്റ് വൈസ് നോക്കിയാൽ തരക്കേടില്ല. അന്ന് ഓവർ ബഡ്ജറ്റും അല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും അല്ല, ഒരു മിഡിൽ റേഞ്ചിലാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി. പിള്ളേരൊക്കെ ആയിട്ട് കുറച്ച് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഇൻഫോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ചാട്ട് സെൻറ്റർ ഉണ്ട് നമ്മുടെ തൃപ്പൂണിത്തുറ അമ്പലത്തിൻ്റെ അടുത്തായിട്ട്. പാലസ് സ്കൂളിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഇത് വരുന്നത്. നല്ല രസമായിട്ടൊരു കുഞ്ഞി ഷോപ്പാണ്. അപ്പോൾ ഒരു ബോംബെ സ്റ്റൈൽ ആ ഒരു ലുക്കിൽ ഫ്ലോറും ആ കളറൊക്കെ എനിക്ക് ആ രീതി നോർത്ത് ഇന്ത്യൻ ടച്ചിലൊക്കെ വരുന്ന നല്ലൊരു ആംബിയൻസൊക്കെ ഒരു കുഞ്ഞൊരു ചാട്ട് സെൻറ്റർ ആയിരുന്നു. ഞാനൊന്നും കഴിച്ചില്ല കേട്ടോ, എൻ്റെ വയറ് ഫിൽഡായിരുന്നു. പിള്ളേരായിട്ട് പുറത്തിറങ്ങിയപ്പോൾ അതുങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് ചാട്ടും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.